വെൽക്കം ടു സിഗ്നേച്ചർ ക്ലാസ് റൂം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും കൂടാതെ ചെയർമാൻമാരെ തിരഞ്ഞെടുക്കുന്നതും സംബന്ധിച്ചാണ് ഈ വീഡിയോ. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് തിരഞ്ഞെടുക്കാനുള്ളത്. അതിലെ അംഗങ്ങളെയാണ് നാം തിരഞ്ഞെടുക്കാനുള്ളത്. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കാനുള്ളത്. മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ളത്. കോർപ്പറേഷനുകളിൽ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഉള്ളത്. അതിലേക്കാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ളത്. ഇനി ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെയും അംഗങ്ങൾ എത്രയാണ് എന്ന് അറിയുവാൻ ഇതിൻ്റെ പട്ടികയിലാണ് നോക്കേണ്ടത്. അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചട്ടങ്ങളിലെ പട്ടികയിലാണ് നാം നോക്കേണ്ടത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചുരുങ്ങിയത് 13 അംഗ ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ആണ് ഉണ്ടാകുക. കൂടാതെ മാക്സിമം അംഗങ്ങൾ എന്ന് പറയുന്നത് 23 ഗ്രാമത്തിലും ബ്ലോക്കിലും. അപ്പോൾ ആകെ 4 കമ്മിറ്റികളാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് തിരഞ്ഞെടുക്കാനുള്ളത്, ഗ്രാമത്തിലാണെങ്കിലും ബ്ലോക്കിലാണെങ്കിലും. അപ്പോൾ ഓരോ കമ്മിറ്റിയിലും 3 വീതമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ഇനി 23 അംഗസംഖ്യ ഉള്ള ഒരു ഭരണസമിതിയാണ് അല്ലെങ്കിൽ കമ്മിറ്റിയാണ് എങ്കിൽ, കൗൺസിലാണ് എങ്കിൽ അവിടെ ആദ്യത്തെ 2 കമ്മിറ്റികൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് 6 വീതവും പിന്നീടുള്ള ഈ 2 എണ്ണത്തിൽ 5 വീതവുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ 16 മുതൽ 32 വരെയുള്ള ജില്ലാ പഞ്ചായത്ത് അംഗബലമുള്ള കമ്മിറ്റികളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ 16 ആണ് മിനിമം ഉള്ളത് എങ്കിൽ അവിടെ 5 കമ്മിറ്റികളാണ് ജില്ലാ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. 3 വീതം ആണ് ഓരോ കമ്മിറ്റിയിലും വരേണ്ടത്. ഇനി 32 അംഗമുള്ള ജില്ലാ പഞ്ചായത്ത് ആണ് എങ്കിൽ അവിടെ ആദ്യത്തെ കമ്മിറ്റിയിൽ 7ഉം ബാക്കിയുള്ളതിൽ 6 വീതമാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. മുനിസിപ്പാലിറ്റിയിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 25 മുതൽ 52 വരെ ആകാവുന്നതാണ്. അതിൽ 25 അംഗസംഖ്യ ഉള്ള ഒരു മുനിസിപ്പാലിറ്റി ആണ് എങ്കിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെടേണ്ട 6 കമ്മിറ്റിയിലും 4 വീതമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ട് പോകേണ്ടത്. ഇനി 52 അംഗസംഖ്യ ഉള്ള ഒരു മുനിസിപ്പാലിറ്റി ആണ് എങ്കിൽ അവിടെ ആദ്യത്തെ 3 കമ്മിറ്റിയിൽ 9 വീതവും പിന്നീടുള്ള 3 കമ്മിറ്റിയിൽ 8 വീതമാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത്. കോർപ്പറേഷനുകളിൽ 55 അംഗം മുതൽക്ക് 100 അംഗങ്ങൾ വരെയുള്ള കോർപ്പറേഷനുകളാണ് ഉള്ളത് എങ്കിൽ 55 മിനിമം 55 ഉള്ളതിലാണ് എങ്കിൽ ആദ്യത്തെ 6 കമ്മിറ്റികളിൽ 7 വീതവും പിന്നീടുള്ള 2 കമ്മിറ്റികളിൽ 6 വീതവുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി 100 അംഗസംഖ്യ ഉള്ള ഒരു കോർപ്പറേഷനാണ് എങ്കിൽ ആദ്യത്തെ 3 കമ്മിറ്റികളിൽ 13 എണ്ണവും പിന്നീട് വരുന്ന 5 കമ്മിറ്റികളിൽ 12 അംഗമാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ഈ അക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അംഗബലം അനുസരിച്ചാണ്, അതിലെ ആകെയുള്ള അംഗത്തിൻ്റെ എണ്ണം അനുസരിച്ചാണ് അവിടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റൂൾസിലെ പട്ടിക പരിശോധിച്ച് അവരവർക്ക് ഏതാണ് എന്നുള്ളത് കൃത്യമായും നോക്കിയതിന് ശേഷമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത്. ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായും അതാത് ലോക്കൽ ബോഡിയിലെ സെക്രട്ടറി കൃത്യമായും ഒരു പ്രൊഫോമ പ്രിപ്പയർ ചെയ്യുകയും ആ പ്രൊഫോമ റിട്ടേണിംഗ് ഓഫീസർക്ക്, ഇത് നടത്താൻ വരുന്ന റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറേണ്ടതുമാണ്. അതിനകത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ക്രമം അനുസരിച്ച് 1, 2, 3, 4 എങ്ങനെയാണോ അതിൻ്റെ ക്രമം, ആ ക്രമം അനുസരിച്ച് അതിനകത്ത് പേരെഴുതുകയും ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ എത്ര അംഗങ്ങളാണ് ഉണ്ടാകേണ്ടതെന്നും അതുകൂടാതെ വനിതാ അംഗം എത്രയാണ് എന്നും ജനറൽ കാറ്റഗറിയിൽ എത്ര പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും ഇനി ചെയർപേഴ്സൺ വനിതയാകേണ്ടതുണ്ടെങ്കിൽ ആ വിഷയവും കാണിക്കുന്ന ഒരു കൃത്യമായ ഒരു പ്രൊഫോമ പ്രിപ്പയർ ചെയ്ത് റിട്ടേണിംഗ് ഓഫീസറെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വിവരം നേരത്തെ റിട്ടേണിംഗ് ഓഫീസർ തങ്ങളുടെ ഈ വിഷയം കൈപ്പറ്റേണ്ടതാണ്. അതനുസരിച്ച് വേണം, ആ ക്രമം അനുസരിച്ച് വേണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആ ക്രമം അനുസരിച്ച് വേണം അവർ തിരഞ്ഞെടുപ്പ് നടത്തുവാനും. പ്രൊഫോമയുടെ
മാതൃക ഇതിനകത്ത് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൈപ്പുസ്തകത്തിൽ ഇതിൻ്റെ പ്രൊഫോമയുടെ രൂപം കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള ഒരു പ്രൊഫോമ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും റിട്ടേണിംഗ് ഓഫീസർ നേരത്തെ വാങ്ങിച്ച് അത് പരിശോധിക്കേണ്ടതാണ്. റിട്ടേണിംഗ് ഓഫീസർ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും, സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും 5 ദിവസത്തിന് മുമ്പ് തന്നെ നോട്ടീസ് കൊടുക്കേണ്ടതാണ്. 5 ദിവസം എന്ന് പറയുന്നത് നോട്ടീസ് കൊടുക്കുന്ന ദിവസവും അതേപോലെ തന്നെ മീറ്റിംഗ് നടത്തുന്ന ദിവസവും ഒഴിവാക്കിക്കൊണ്ട് ഇടയിലുള്ള 5 പൂർണ്ണമായ ദിവസം അവർക്ക് ലഭിക്കേണ്ടതാണ്. അത്തരത്തിലുള്ളൊരു നോട്ടീസാണ് അവർക്ക് പോകേണ്ടത്. ആ നോട്ടീസിൽ കൃത്യമായ തീയതി പറഞ്ഞിരിക്കണം, സമയം പറഞ്ഞിരിക്കണം. സ്ഥലം എന്ന് പറയുന്നത് അതാത് ലോക്കൽ ബോഡി തന്നെ ആയിരിക്കണം, അതിൽ മാറ്റാൻ പാടില്ല. അതാത് ലോക്കൽ ബോഡിയിൽ വെച്ച് തന്നെയാണ് ഇത് നടത്തേണ്ടത്. അംഗങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അക്നോളജ്മെൻറ്റ് അവരിൽ നിന്ന് കൈപ്പറ്റി രസീത് വാങ്ങിക്കേണ്ടതാണ്. കൂടാതെ ഒരു നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യേണ്ടതുമാണ്. നോട്ടീസിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അംഗങ്ങൾക്ക് ആർക്കെങ്കിലും നോമിനേഷൻ തരാൻ താല്പര്യമുള്ളവർ നോമിനേഷൻ തരേണ്ട സമയം കഴിയുന്നതും യോഗം തുടങ്ങുന്നതിനും കുറച്ച് മുമ്പുള്ള ഒരു സമയം കാണിക്കുക. ആ സമയത്തിനകം തന്നെ നോമിനേഷൻ തരേണ്ടതാണ്. ഏത് കമ്മിറ്റിയിലേക്കാണോ വേണ്ടത് എന്നതിനെ സംബന്ധിച്ച്, തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ അവർ താല്പര്യമുള്ളത് എന്നതിനെ സംബന്ധിച്ച് അംഗങ്ങൾ സമർപ്പിക്കാൻ അവരോട് ആവശ്യപ്പെടാവുന്നതാണ്. നോട്ടീസിൽ തന്നെ അത് സൂചിപ്പിക്കാം. അംഗങ്ങൾ ആ നോമിനേഷൻ തരേണ്ടത് വെള്ള പേപ്പറിലാണ് തരേണ്ടത്. പ്രത്യേക ഫോർമാറ്റുകളൊന്നുമില്ല. പ്രപ്പോസേഴ്സ് ആവശ്യമില്ല. അതുപോലെ തന്നെ പിന്താങ്ങുന്ന വ്യക്തിയും ആവശ്യമില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു അംഗത്തിനും അവർ ഇന്ന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്നു എന്ന രീതിക്ക് തന്നെ നോമിനേഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെല്ലാം നോമിനേഷൻ തരാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പഞ്ചായത്ത് തലമാണ് എങ്കിൽ അതിലെ പ്രസിഡൻറ്റിനോ, മുനിസിപ്പാലിറ്റി തലത്തിലാണെങ്കിൽ ചെയർപേഴ്സണോ, കോർപ്പറേഷനിലാണെങ്കിൽ മേയർക്കോ ഇവരാരും തന്നെ നോമിനേഷൻ തരാൻ യോഗ്യരല്ല. അവരെല്ലാവരും തന്നെ ഈ പറയുന്ന അതാത് ലോക്കൽ ബോഡിയിൽ ഉള്ള ആൾക്കാർ എല്ലാ കമ്മിറ്റിയിലെയും എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. അതുകൊണ്ട് അവർക്ക് നോമിനേഷൻ തരാൻ നിർവാഹമില്ല. കൂടാതെ പഞ്ചായത്തിലാണെങ്കിൽ വൈസ് പ്രസിഡൻറ്റുമാർ, അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ വൈസ് ചെയർമാൻമാർ, കോർപ്പറേഷനിലാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ, ഇവരെല്ലാവരും തന്നെ അതാത് ലോക്കൽ ബോഡിയിലെ ധനകാര്യ കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ മെമ്പറും കൂടാതെ ചെയർമാനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വ്യക്തികൾക്കും നോമിനേഷൻ തരാൻ നിർവാഹമില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും എക്സംപ്റ്റഡ് കാറ്റഗറീസാണ്. ഇതുകൂടാതെ വനിതാ സംവരണത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടതെങ്കിൽ അതിലേക്ക് വനിതയല്ലാതെ വേറൊരു വ്യക്തിക്ക്, ഒരു പുരുഷന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നോമിനേഷൻ തരാൻ സാധ്യമല്ല. കൂടാതെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിന് വേറൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമായി മത്സരിക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് നോമിനേഷൻ തരാൻ നിർവാഹമില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ എല്ലാ അംഗങ്ങളും, തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ നിർബന്ധമായും ഒരു അംഗമായി മാറും എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. റിട്ടേണിംഗ് ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം റിട്ടേണിംഗ് ഓഫീസർ ഇതിൻ്റെ ഒരു അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. കൃത്യമായ ഒപ്പ്, യോഗത്തിലേക്ക് അംഗങ്ങൾ വരുന്നതിൻ്റെ ഒപ്പ് വാങ്ങിക്കണം. ഏത് സമയത്താണ് എൻ്റർ ചെയ്തിട്ടുള്ളതെന്ന് ആ വിവരങ്ങൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യണം. ഇത് സൂക്ഷിക്കേണ്ടത് റിട്ടേണിംഗ് ഓഫീസർ തന്നെയാണ്. നേരത്തെ ചെയർമാനും വൈസ് ചെയർമാനും അല്ലെങ്കിൽ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, മേയർ, ഡെപ്യൂട്ടി മേയറൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിച്ച അതേ റെക്കോർഡ് തന്നെ യൂസ് ചെയ്യാം. അതേ അറ്റൻഡൻസ് മിനിറ്റ്സ് ബുക്ക് തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഈ മീറ്റിങ്ങിൽ, ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിങ്ങിനെ സംബന്ധിച്ച് കോറം ഇല്ല. അതുകൊണ്ട് തന്നെ കോറം ഇതിന് ബൈൻഡിങ് അല്ലാത്തത് കൊണ്ട് തന്നെ മീറ്റിങ്ങിൽ എത്ര പേരോ ഹാജരായിട്ടുള്ളത് അവരെ വെച്ച് മീറ്റിംഗ് തുടങ്ങാവുന്നതാണ്. മീറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ റിട്ടേണിംഗ് ഓഫീസർ ഏതെല്ലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിശദമായ വിവരം അവിടെ കൊടുക്കണം. അതിൽ എത്ര അംഗമാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന് പറയണം. കൂടാതെ അതിൽ എത്ര വനിതയാണ്, എത്ര ജനറലാണ് എന്നും കൂടി അവിടെ സൂചിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് വനിതാ സംവരണമാണ്. ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും ആദ്യം
വനിതാ സംവരണം തെരഞ്ഞെടുപ്പ് നടത്തിയതിന് ശേഷം മാത്രമേ പൊതു അംഗത്തിന് അഥവാ ജനറൽ മെമ്പേഴ്സിന് നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. അതല്ലാതെ വനിതാ റിസർവേഷൻ, വനിതാ സംവരണം ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ, ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബാക്കി വെച്ചിട്ട് ജനറൽ മെമ്പേഴ്സിലേക്ക് തിരഞ്ഞെടുക്കാൻ പോകാൻ പാടില്ല എന്നത് പ്രത്യേകം ആർഒമാർ ഓർക്കേണ്ടതാണ്. അപ്പോൾ തുടക്കത്തിൽ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ ആർഒമാർ മീറ്റിങ്ങിനെ അഡ്രസ്സ് ചെയ്തതിന് ശേഷം തിരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നതിന് മുമ്പ് ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് തുടക്കത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് അവിടെ അനൗൺസ് ചെയ്യുക. അതിനുശേഷം വനിതാ അംഗത്തിനെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വനിതാ അംഗമാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര വനിതാ അംഗമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് കൃത്യമായും നേരത്തെ പ്രൊഫോമ റിപ്പോർട്ട് സെക്രട്ടറി കയ്യിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാവും. അതനുസരിച്ച് അത് വായിക്കുക, ഇത്ര അംഗമാണ് തിരഞ്ഞെടുക്കാനുള്ളത് എന്ന് സൂചിപ്പിക്കുക. അതിനുശേഷം അടുത്ത കമ്മിറ്റിയിലേക്ക്, അടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ്, അതിലേക്ക് വനിതാ അംഗത്തിനെ തിരഞ്ഞെടുക്കുക. അങ്ങനെ 1 by 1 ആയിട്ട് പോകണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഏതാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് കൃത്യമായും പറഞ്ഞതിന് ശേഷം അതിൻ്റെ വനിതാ സംവരണമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അംഗങ്ങളെ ബോധ്യപ്പെടുത്തുക. അതിനുശേഷം അതിൻ്റെ അതിൻ്റെ തിരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് പോവുക. ഇനി എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും വനിതാ അംഗങ്ങളെ തിരഞ്ഞെടുപ്പ് നടത്തിയതിന് ശേഷം ജനറൽ കാറ്റഗറിയിലേക്ക് പോകുമ്പോഴും ആ വിവരം വീണ്ടും ഇന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആദ്യത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇത്ര ജനറൽ അംഗങ്ങളാണ് തിരഞ്ഞെടുക്കാനുള്ളത് എന്നുള്ളത് പ്രഖ്യാപിച്ചതിന് ശേഷം അതിലേക്ക് നോമിനേഷൻ എന്നെ സംബന്ധിച്ച് വിവരങ്ങൾ പറയാം. അങ്ങനെ 1 by 1 ആയിട്ടാണ് അതിലും വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്നതാണെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്ര നോമിനേഷൻസ് ആണ് ലഭിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായും അവിടെ സൂചിപ്പിക്കണം. അവിടെ പറയേണ്ടതുണ്ട് ആരാണ് നോമിനേഷൻ തന്നിട്ടുള്ളത് എന്ന് അവിടെ പറയണം. അതിനുശേഷമാണ് ബാക്കി നടപടികളിലേക്ക് പോകേണ്ടത്. ഇനി വേക്കൻസികൾ ആകെ ഒരു അംഗത്തിനെയാണ് തിരഞ്ഞെടുക്കാനുള്ളത്. ഒരു നോമിനേഷനാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ അവരെ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കേണ്ടതാണ്. ആകെ 2 വാക്കൻസിയാണ് ഉള്ളത്, 2 ഒഴിവുകളാണ് ഉള്ളത്. അതിലേക്ക് 2 നോമിനേഷൻസ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അവരെ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കേണ്ടതാണ്. അപ്പോൾ വാക്കൻസി എത്രയുണ്ടോ അതിനനുസരിച്ച് നോമിനേഷൻ ഉണ്ട് എങ്കിൽ അവരെ തിരഞ്ഞെടുത്തതായിട്ട് ആർഒ പ്രഖ്യാപിക്കേണ്ടതാണ്. രണ്ടാമത്തെ വിഷയം ശ്രദ്ധിക്കേണ്ടത് ഒഴിവുകളെക്കാളും കൂടുതൽ നോമിനേഷൻ ലഭിക്കുകയാണ് എങ്കിൽ, അപ്പോൾ ആകെ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഒരാളെയാണ്. നമുക്ക് നോമിനേഷൻസ് ലഭിച്ചിട്ടുള്ളത് 2 അതിൽ കൂടുതലോ ഉണ്ട് എങ്കിൽ, 1 കൂടുതലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇലക്ഷൻ ആവശ്യമുണ്ട്. ഇവിടെ ഒറ്റ കൈമാറ്റ വോട്ടിംഗ് രീതിയാണ്, പ്രിഫറൻഷ്യൽ വോട്ടിംഗ് രീതിയാണ് നമ്മളവിടെ നടപ്പിൽ വരുത്തേണ്ടത്. പ്രിഫറൻഷ്യൽ വോട്ടിംഗ് ആണ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്നുള്ളത് ആർഒ പ്രത്യേകം ഓർക്കണം. ബാലറ്റ് പേപ്പർ ഫോറം നമ്പർ 1 ആ രൂപമാണ് നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേര് അതിൽ എഴുതിയിരിക്കണം. ആൽഫബറ്റിക് ഓർഡറിൽ, നേരത്തെ നമ്മൾ ചെയ്തതെല്ലാം ഓർമ്മയുണ്ടാവും. ആൽഫബറ്റിക് ഓർഡറിലാണ്, മലയാളം ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അംഗങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്യേണ്ടത് എല്ലാ അംഗങ്ങൾക്കും വോട്ടുണ്ട്. പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനുമായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഇവിടെ വോട്ടിങ്ങിനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. എല്ലാ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാം. വോട്ട് ചെയ്യേണ്ട രൂപം പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടത്. 1, 2, 3 എന്നുള്ള ക്രമത്തിലാണ് അവർ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇന്ന എ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് എത്രയാണ് അവരുടെ പ്രിഫറൻസ്, ബി എന്ന സ്ഥാനാർത്ഥിക്ക് എത്രയാണ് അവരുടെ പ്രിഫറൻസ് എന്നുള്ളത് എത്ര സ്ഥാനാർത്ഥികളാണോ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അത്രയും എണ്ണമെങ്കിലും അതിൽ എഴുതിയിരിക്കണം. അപ്പോൾ അവരുടെ പ്രിഫറൻസ് ആണ് അതിനകത്ത് നോട്ട് ചെയ്യേണ്ടത്, പ്രത്യേകം അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് കൂടാതെ അംഗങ്ങൾ അതിനകത്ത് പുറകുവശത്തിൽ പേരും ഒപ്പും ഇട്ടിരിക്കേണ്ടതാണ്. ബാലറ്റ് പേപ്പറിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. കഴിയുമെങ്കിൽ ഇലക്ഷൻ ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കാണ് എന്നുള്ളതും കൂടി അതിൻ്റെ മുകളിലേക്ക് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാകും. ഫോറം നമ്പർ 1 ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സീരിയൽ നമ്പർ ഫസ്റ്റ് കോളം, രണ്ടാമത്തെ കോളം സ്ഥാനാർത്ഥിയുടെ പേര്, മൂന്നാമത്തെ കോളം അവരുടെ പ്രിഫറൻസ് റെക്കോർഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാനുള്ളത്.
ABCDEF സ്ഥാനാർത്ഥികളുടെ പേര്, പ്രിഫറൻസ് A എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് 4, B എന്ന് പറയുന്ന രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് 1ാമത്തെ പ്രിഫറൻസാണ് ഈ ഓർഡർ ചെയ്തിരിക്കുന്നത്, C എന്ന സ്ഥാനാർത്ഥിക്ക് 5ാമത്തെ പ്രിഫറൻസ്, D എന്ന സ്ഥാനാർത്ഥിക്ക് 3, E എന്ന സ്ഥാനാർത്ഥിക്ക് 2, F എന്ന സ്ഥാനാർത്ഥിക്ക് 6. ഇത് എല്ലാ പ്രിഫറൻസും കൊടുക്കണം എന്ന് നിർബന്ധമില്ല. എത്രയാണ് ആകെ ഇപ്പോൾ 2 പേരെയാണ് തിരഞ്ഞെടുക്കാനുള്ളത്, 1ഉം 2ഉം കൊടുത്താലും ധാരാളം. റിട്ടേണിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാലറ്റ് പേപ്പറിൻ്റെ പുറകുവശത്തിൽ സീൽ ചെയ്യുകയും അതിനകത്ത് ഫുൾ സിഗ്നേച്ചർ ഇടുകയും ചെയ്യണം. ഇത് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാലറ്റ് പേപ്പർ ഓരോ അംഗത്തെയും വിളിച്ച് അവർക്ക് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ബാലറ്റ് പേപ്പർ അംഗങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് ഒരു ലെഡ്ജറിൽ അവരുടെ നിന്ന് ഒപ്പ് വാങ്ങിക്കുക. ഇന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള ബാലറ്റ് പേപ്പർ എന്ന് മുകളിലേക്ക് എഴുതി അതിന് കൈപ്പറ്റിനെ സംബന്ധിച്ച് രജിസ്റ്ററിലേക്ക് റെക്കോർഡ് ചെയ്യുക. കൂടാതെ ഇത് വോട്ട് ചെയ്യാനുള്ള ഒരു വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ്, രഹസ്യ സ്വഭാവമുള്ള ഒരു വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് അവിടെ തയ്യാറാക്കുക. ഓരോ അംഗത്തിനെയും 1ാമത്തെ വാർഡ് മുതൽക്ക് അവിടെ എത്ര വാർഡാണുള്ളത് അതിന് 1 by 1 ആയിട്ട് വിളിച്ച് അവരെ ക്രമമനുസരിച്ച് വോട്ട് ചെയ്യിപ്പിച്ച് തീർച്ചയായിട്ടും അത് തിരിച്ച് ROൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സംവിധാനം. അതിനകത്ത് ഡ്രോപ്പ് ബോക്സ് വയ്ക്കുക. ഡ്രോപ്പ് ബോക്സിൽ ഇടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് RO ആണ്. അപ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരുടെയും വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം RO ആ ഡ്രോപ്പ് ബോക്സ് ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള എല്ലാ വോട്ടുകളും എല്ലാ ബാലറ്റുകളും എടുത്ത് പരിശോധിച്ച് ഇൻവാലിഡ് വോട്ടുകൾ ആണ് ആദ്യം അതിനകത്ത് നിന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഒരാൾക്കും വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ, ബ്ലാങ്ക് ആയിട്ട് തന്നെ തിരിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ അത് ഇൻവാലിഡ് ആണ്. ഇനി ഒരേ പ്രിഫറൻസ് നമ്പർ 2 പേർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരേ പ്രിഫറൻസ് നമ്പർ കൊടുത്താൽ തീർച്ചയായിട്ടും അത് ഇൻവാലിഡ് ആണ്. അപ്പോൾ 1ാമത്തെ പ്രിഫറൻസ് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 2ാമത്തെ പ്രിഫറൻസ് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇൻവാലിഡ് വോട്ടുകൾ ഉണ്ടാകാം. ഇനി പുറകുവശത്തിൽ വോട്ട് ചെയ്യുന്ന മെമ്പറിൻ്റെ പേരും ഒപ്പും ഇട്ടിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതില്ല എങ്കിൽ തീർച്ചയായിട്ടും അതും ഇൻവാലിഡായിട്ട് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഈ 3ഉം ഇൻവാലിഡ് ആണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ വോട്ട് എണ്ണുന്ന സമയത്ത് ഇത് ഇത്തരത്തിലാണ് എന്ന് പ്രത്യേകം ഓർത്ത് ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ടാബുലേഷൻ, അതാണ് നമ്മൾ പ്രത്യേകം RO ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണം എന്ന നിലയ്ക്ക് ഇവിടെ ഒരു സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്. ആകെ 23 അംഗങ്ങൾ ഉള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അതിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് 3 അംഗങ്ങളെയാണ്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാകട്ടെ 6 പേരുണ്ട്. അപ്പോൾ നമ്മൾ 6 പേരുടെ ബാലറ്റ് കിട്ടിയിട്ടുണ്ടാവും. ടാബുലേഷൻ ഫോം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുക. സീരിയൽ നമ്പർ 1 തൊട്ട് 6, സ്ഥാനാർത്ഥികളുടെ പേര് ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തത്. ഇനി ഫസ്റ്റ് പ്രിഫറൻസ്, ഓരോ ബാലറ്റ് പേപ്പറും നമ്മൾ ഓരോ സ്ഥാനാർത്ഥിക്കും ഫസ്റ്റ് പ്രിഫറൻസ് എത്ര ഉണ്ട്, 1 എന്ന് എഴുതിയത് എത്ര എണ്ണമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് അവിടെ റെക്കോർഡ് ചെയ്യുക. അങ്ങനെ ഓരോ സ്ഥാനാർത്ഥിക്കും 1ാമത്തെ റാങ്ക്, 1ാമത്തെ പ്രിഫറൻസ് തന്നിരിക്കുന്നത് എത്ര എന്ന് അവിടെ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഇനി അതിനുശേഷം 2ാമത്തെ പ്രിഫറൻസ് എഴുതേണ്ടതുണ്ടെങ്കിൽ 2ാമത്തെ പ്രിഫറൻസ് എഴുതുക, 3 എഴുതാനുണ്ടെങ്കിൽ 3 എഴുതുക, 4 ഉണ്ടെങ്കിൽ 4. അങ്ങനെ എത്ര പ്രിഫറൻസ് ആണോ അവിടെ ഉള്ളത് അത്രയും പ്രിഫറൻസിനുള്ള കോളംസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ഇപ്പോൾ ഇവിടെ A എന്ന സ്ഥാനാർത്ഥിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് 6 ലഭിച്ചിട്ടുള്ളത്. B എന്ന സ്ഥാനാർത്ഥിക്ക് 5 ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ട്. C എന്ന സ്ഥാനാർത്ഥിക്ക് 4, D എന്ന സ്ഥാനാർത്ഥിക്ക് 4, E എന്ന സ്ഥാനാർത്ഥിക്ക് 2, F എന്ന സ്ഥാനാർത്ഥിക്ക് 2. അപ്പോൾ നമുക്ക് ആകെ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് 3 അംഗങ്ങളെയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയത് ഇവിടെ Aയും Bയുമാണ്. അതുകൊണ്ട് 6ഉം 5ഉമാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ 2 പേരും തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇനി Cയും Dയും എന്ന് പറയുന്നത് 2 പേർക്കും തുല്യ വോട്ടുകളാണ് ഫസ്റ്റ് പ്രിഫറൻസ് ലഭിച്ചിട്ടുള്ളത്. 4 വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സെക്കൻഡ് പ്രിഫറൻസും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സെക്കൻഡ് പ്രിഫറൻസ് നോക്കുമ്പോൾ Cന് ലഭിച്ചത് ഇവരുടെ മാത്രമാണ് നമ്മൾ സെക്കൻഡ് പ്രിഫറൻസ് നോക്കേണ്ടത്, മറ്റുള്ളവരുടെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി 3ാമത്തെ ഒരു മെമ്പറേയും കൂടിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യത്തെ 2 പേരും അതിലേക്ക് ഓൾറെഡി എലക്റ്റഡായി. ഇനി 3ാമത്തെ ഒരാളെയും കൂടി നമുക്കതിനകത്ത് തിരഞ്ഞെടുക്കാനുള്ളത്. അപ്പോൾ Cയും Dനും 1ാമത്തെ പ്രിഫറൻസ് തുല്യമായി വന്നുകൊണ്ടാണ് സെക്കൻഡ് പ്രിഫറൻസിലേക്ക് പോകുന്നത്. സെക്കൻഡ് പ്രിഫറൻസിൽ Cൻ്റെ 5ഉം Dന് 4ഉമാണ് ലഭിച്ചിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ ടോട്ടലാണ് എടുക്കേണ്ടത്. ടോട്ടൽ ഫസ്റ്റ് പ്രിഫറൻസിൻ്റെയും സെക്കൻഡ് പ്രിഫറൻസിൻ്റെയും ടോട്ടൽ എടുക്കുക. അപ്പോൾ 4ഉം 5ഉം 9. ഡി എന്ന സ്ഥാനാർത്ഥിയുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് 4ഉം സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് 4ഉമാണ്. 4ഉം 4ഉം 8ആണ്. അപ്പോൾ 9 എന്ന് പറയുന്നത് വലിയ സംഖ്യ ആയതുകൊണ്ട് തന്നെ സി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഉദാഹരണത്തിൽ എയും ബിയും സിയും തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കാവുന്നതാണ്. ചില സാഹചര്യത്തിൽ ഇപ്പോൾ ഈ 3 അംഗസംഖ്യ 3 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. തേർഡ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസിലും ഇവർ തുല്യമായി വന്നു, തേർഡ് പ്രിഫറൻസിലും ഇവർ തുല്യമായി വന്നു എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാതെയാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കിടയിൽ സിയും ഡിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യാം, ലോട്ടിട്ട് എടുത്ത് ആരാണോ ആ ലോട്ടിൽ എടുക്കുന്നത്, ആരെയാണോ നമ്മൾ ലോട്ടിൽ നിന്നും എടുക്കുന്നത് അവർ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാവുന്നതാണ്. തുല്യമായി വരുന്ന പക്ഷം, വീണ്ടും ഞാൻ ആവർത്തിക്കാം, ഫസ്റ്റ് പ്രിഫറൻസിലും സെക്കൻഡ് പ്രിഫറൻസിലും തേർഡ് പ്രിഫറൻസിലും ആകെ 3 പേരെയാണ് തിരഞ്ഞെടുക്കാനുള്ളത്. മൂന്നാമത്തെ വിഷയത്തിലാണ് ഇവിടെ തുല്യമായി വരുന്നത്. മൂന്നാമത്തെ ആളെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിലാണ് തുല്യമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രിഫറൻസും സെക്കൻഡ് പ്രിഫറൻസും തേർഡ് പ്രിഫറൻസും 3 കൂടി ടോട്ടൽ ഇടുമ്പോൾ 2 പേർക്കും ഈക്വലായിട്ട് നിൽക്കുന്നു. അത് കാരണം നമ്മൾ അവരെ 2 പേരെ മാത്രം നമ്മൾ ലോട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതിൽ നിന്നും ഒരാളെ നമ്മൾ ലോട്ടിലേക്ക് എടുക്കുന്നു. എടുത്ത ആൾ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കേണ്ടതാണ്. അപ്പോൾ 3ഉം എയും ബിയും ഏതാണോ ലോട്ടിൽ കിട്ടുന്നത് അയാളും വിജയിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കേണ്ടതാണ്. ചില സാഹചര്യത്തിൽ ഫസ്റ്റ് പ്രിഫറൻസിൽ ചിലപ്പോൾ ഒരാൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ 0 എന്ന് എഴുതിയിരിക്കണം, ബ്ലാങ്ക് ആയിട്ട് വിടരുത്, 0 എന്ന് എഴുതി വെച്ചിരിക്കണം. കാരണം ഇത് സെക്കൻഡ് പ്രിഫറൻസിലേക്കും തേർഡ് പ്രിഫറൻസിലേക്കും പോകുന്ന ഒരു ഘട്ടം വരികയാണ് എങ്കിൽ ഇവിടെ ഇതിനകത്ത് ഫസ്റ്റ് പ്രിഫറൻസിനകത്ത് ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് ഉറപ്പ് നമ്മളവിടെ 0 എഴുതി വെച്ചില്ലെങ്കിൽ പിന്നീട് അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ അവിടെ 0 എഴുതാൻ മറക്കരുത്. ഏതെങ്കിലും ഒരു പ്രിഫറൻസിൽ അവർക്ക് 0 ആണെങ്കിൽ 0 എന്ന് അതിനകത്ത് എഴുതിയിരിക്കണം. അപ്പോൾ മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലാണ് നമ്മൾ ടാബുലേഷൻ ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് വിജയികളെ കണ്ടെത്തേണ്ടത് എന്ന് പ്രത്യേകം ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അങ്ങനെ മത്സരം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ നമ്മൾ ബാലറ്റ് പേപ്പർ പ്രിപ്പയർ ചെയ്യും. അതുകൂടാതെ തന്നെ ടാബുലേഷൻ ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ വിജയികളെ കണ്ടെത്തേണ്ടതാണ്. ഇനി വാക്കൻസിനേക്കാളും നോമിനേഷൻ കുറവായിട്ടാണ് നമുക്ക് ലഭിച്ചതെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. അവർ ഇലക്ട് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും, ബാക്കി ഉള്ള വാക്കൻസിയിൽ ആരും നോമിനേഷൻ തരുന്നില്ല എങ്കിൽ അതെങ്ങനെ എന്ന് നോക്കണം. ഇനി ഒരു നോമിനേഷനും നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാക്കൻസി ഉണ്ട്, ആ വാക്കൻസിക്ക് ആരും തന്നെ നോമിനേഷൻ തരുന്നില്ല എങ്കിൽ ആ സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും അതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇതിൽ പ്രത്യേകിച്ചും വനിതാ സംവരണ ഭാഗത്താണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വനിതാ അംഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ വാക്കൻസി അവിടെ ഉണ്ടാകുന്നു, ആരും തന്നെ നോമിനേഷന് തയ്യാറാകുന്നില്ല. സ്വാഭാവികമായിട്ടും ആ കാറ്റഗറി ഒഴിവാക്കിയിട്ട് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ നമ്മൾ തൽക്കാലം നിർത്തിവെച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ വനിതയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ പോകും. അങ്ങനെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും വനിത തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ മാറ്റിവെച്ച ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വീണ്ടും നമ്മൾ വന്ന് വീണ്ടും അവിടെ വനിത തിരഞ്ഞെടുക്കാൻ വേണ്ടി അവിടെ നിൽക്കും. അവിടെ നിർത്തുമ്പോൾ ആരും വീണ്ടും നോമിനേഷൻ തരുന്നില്ല എങ്കിൽ നമ്മൾ അതോടുകൂടി ആ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടതാണ്. ഇനി അടുത്ത മീറ്റിംഗ് ഇന്ന ഡേറ്റിൽ നമ്മൾ കൂടും എന്ന് പ്രഖ്യാപിച്ച് ആ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടതാണ്. ഇതിന് കാരണം വനിതാ അംഗങ്ങളെ പൂർണ്ണമായും എല്ലാ കമ്മിറ്റികളിലേക്കും തിരഞ്ഞെടുക്കപ്പെടാതെ, മിനിമം അംഗത്തെ തിരഞ്ഞെടുക്കപ്പെടാതെ നമ്മൾ അടുത്ത ജനറൽ കാറ്റഗറിയിലേക്ക് പോകാൻ നിർവാഹമില്ല. അത് കാരണമാണ് ഈ മീറ്റിംഗ് മാറ്റിവെക്കുന്നത്. അപ്പോൾ വിത്തിൻ 5 days നമ്മൾ വീണ്ടും മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നു. ആ മീറ്റിങ്ങിലേക്ക് വീണ്ടും ഈ കമ്മിറ്റിയെ, ഏതാ കമ്മിറ്റിയാണോ നമ്മൾ മാറ്റിവെച്ചത് ആ കമ്മിറ്റിയുടെ വിവരങ്ങൾ നമ്മൾ വീണ്ടും അവിടെ അവതരിപ്പിക്കുന്നു. വീണ്ടും അവിടെ ആരും നോമിനേഷനുകളൊന്നും ഹാജരാക്കുന്നില്ല. പിന്നെ ആ കമ്മിറ്റി അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് എങ്കിൽ ഭരണസമിതിയെ നമ്മൾ ഈ വിവരം അറിയിക്കുന്നു. അവരോട് ഒരു അംഗത്തെ നോമിനേറ്റ് ചെയ്യാൻ നമ്മൾ അവിടെ റിക്വസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഭരണസമിതി ആരെയാണോ നോമിനേറ്റ് ചെയ്യുന്നത് അവർ ആ കമ്മിറ്റിയിലെ അംഗമാകാൻ നിർബന്ധിതരാണ്.
ഇനി ഭരണസമിതി അത് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവരെയാണ് നോമിനേറ്റ് ചെയ്തതെങ്കിലും അവർ അതിൽ ഇരിക്കാൻ നിർബന്ധിതരാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇതിനകത്ത് ഒരു സംശയം വരാനുള്ളത്, വൈസ് പ്രസിഡൻറ്റ് ഉപാധ്യക്ഷനായിട്ട് വരുന്ന വ്യക്തി വനിതയാണ് എങ്കിൽ വീണ്ടും ധനകാര്യ കമ്മിറ്റിയിലേക്ക് ഒരു വനിതയെ തിരഞ്ഞെടുക്കണോ എന്നുള്ളത് സാധാരണ സംശയം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അവർ ഈ പറയുന്ന ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന വ്യക്തി എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വനിതാ അംഗം അതിനകത്ത് വരേണ്ടതുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും അവിടെ ആ കമ്മിറ്റിയിലേക്ക് ഒരു വനിതയെ തിരഞ്ഞെടുക്കൽ ആവശ്യമാണ്. അപ്പോൾ സംവരണം വഴി തിരഞ്ഞെടുക്കപ്പെടേണ്ട ആ വനിത അവിടെ നിർബന്ധമായും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് അതിനകത്ത് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്ത് അവിടെ പ്രഖ്യാപിക്കേണ്ടത്. ഇലക്ഷനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പേപ്പറുകളും, ഈ ബാലറ്റ് പേപ്പറുകളെല്ലാം തന്നെ അത് സീൽ ചെയ്ത് കവറിൽ ഇടേണ്ടതാണ്. വാലിഡ് വേറെ, ഇൻവാലിഡ് വേറെ എന്ന് സെപ്പറേറ്റ് കവറുകളിൽ ആക്കി അതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ അതിന് മുകളിൽ എഴുതി വെക്കേണ്ടതുണ്ട്. ആ വിവരങ്ങളെല്ലാം അടങ്ങിയ ആ ബാലറ്റ് സീൽഡ് കവർ കൺസേൺഡ്, അതായത് ലോക്കൽ ബോഡിയിലെ സെക്രട്ടറിമാരെ ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. ഈ ഇലക്ഷന് ശേഷം ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. കൃത്യമായ ഒരു മിനിറ്റ്സ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. അത് ആറിൻ്റെ കൈവശത്തിൽ തന്നെ ആയിരിക്കണം. നേരത്തെ അധ്യക്ഷൻ്റെയും ഉപാധ്യക്ഷൻ്റെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉണ്ടാക്കിയ അതേ മിനിറ്റ്സ് ബുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. അതിനകത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സിഗ്നേച്ചറും അതിൻ്റെ പോലെ തന്നെ അവർ വന്ന സമയവുമൊക്കെ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊക്കെ കൃത്യമായി റെക്കോർഡ് ചെയ്യുക. മിനിറ്റ്സ് എല്ലാ കാര്യത്തെക്കുറിച്ചും, ഓരോ വിഷയത്തെ സംബന്ധിച്ചും പ്രഖ്യാപിച്ച വിഷയം വരെയുള്ള എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ പറയുന്ന മുതൽക്ക് ആ വിവരങ്ങൾ എന്തെല്ലാമാണോ വിവരങ്ങൾ അവതരിപ്പിച്ചത് ആ വിവരങ്ങളൊക്കെ അതിനകത്ത് വരണം. കൂടാതെ ആദ്യത്തെ കമ്മിറ്റി ഏതാണ് എന്നുള്ളത് അതിനകത്ത് പറഞ്ഞാൽ അതിനകത്ത് എത്ര അംഗങ്ങളെയാണ്, വനിതാ അംഗത്തിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ആ വിവരം പറയണം. അത് എങ്ങനെയാണ് നോമിനേഷൻ വന്നിട്ടുള്ളത് ആ വിവരം പറയണം. അതിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെ, അല്ല ഇലക്ഷൻ നടത്താതെയാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ വിവരം, അതെല്ലാം കൃത്യമായി റെക്കോർഡാണ്. അങ്ങനെ 1 by 1 കൃത്യമായും അതിനകത്ത് അവസാനം വരെ എല്ലാ കാര്യങ്ങളും എഴുതണം. അവസാനമായി ഇത് സൈൻ ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടത്. മിനിറ്റ്സ് അങ്ങനെയാണ്, സൈൻ ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടതാണ്. ഇത്ര സമയത്തിന് മീറ്റിംഗ് അവസാനിച്ചു എന്ന് പറയുന്നത് വരെ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് സിഗ്നേച്ചർ ചെയ്യേണ്ടതാണ്. ഇവിടെ എല്ലാവർക്കും സംശയമുള്ളത് വരാവുന്നത് ഏത് കമ്മിറ്റിയാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്, അവസാനം ഏത് കമ്മിറ്റിയാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും സംശയം ഉണ്ടാകാറുണ്ട്, ചോദിക്കാറുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊഫോമ റിപ്പോർട്ട് തരുന്നത് സെക്രട്ടറി തരുന്നുണ്ടാവും. ഈ ഓർഡറിലായിരിക്കും സെക്രട്ടറി റിപ്പോർട്ട് തരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ പ്രൊഫോമ റിപ്പോർട്ട് അവരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റണം. ആ ഓർഡറിൽ വേണം നമ്മളും ഇലക്ഷൻ നടത്തേണ്ടത്. ഇലക്ഷൻ നടത്തേണ്ടതും ആ രീതിക്കായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ ആ വിവരങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ അധ്യക്ഷനെ വിവരം അറിയിക്കേണ്ടതാണ്. അത് ആരൊക്കെയാണ്, ഏതെല്ലാം അംഗങ്ങളാണ്, ഏതെല്ലാം കമ്മിറ്റിയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം അതാത് അധ്യക്ഷന്മാർക്ക് കൊടുക്കേണ്ടതാണ്. കൂടാതെ അവിടുത്തെ ലോക്കൽ ബോഡി സെക്രട്ടറിക്ക് അതിൻ്റെ ഒരു കോപ്പി നമ്മൾ കൊടുക്കണം. ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർക്ക് ഒരു കോപ്പി അയച്ചു കൊടുക്കണം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലേക്കും ഒരു കോപ്പി അയച്ചു കൊടുക്കേണ്ടതാണ്. കൂടാതെ ലോക്കൽ ബോഡിയുടെ നോട്ടീസ് ബോർഡിലും അത് പതിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ. ഇനി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റീൻ്റെയും ചെയർമാൻമാരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. അംഗങ്ങളെ തിരഞ്ഞെടുത്തതിന് ശേഷമാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതാത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അതാത് ചെയർമാൻമാരെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ശേഷം ആ പർട്ടിക്കുലർ അംഗങ്ങൾക്ക് മാത്രമാണ് നോട്ടീസ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ അംഗങ്ങൾക്കും പിന്നെ നോട്ടീസ് കൊടുക്കില്ല. ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണോ തിരഞ്ഞെടുക്കേണ്ടത് അവർക്ക് മാത്രമാണ് അതിൻ്റെ നോട്ടീസ് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ധനകാര്യം ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കാണ് നമ്മൾ ചെയർമാൻമാരെ എടുക്കേണ്ടത്. ധനകാര്യത്തിൽ എക്സ് ഒഫീഷ്യോ മെമ്പറായി വന്നിട്ടുള്ള വൈസ് ചെയർമാൻ തന്നെ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ തന്നെയാണ് അതിൻ്റെ ചെയർമാൻ. അതുകൊണ്ട് തന്നെ ധനകാര്യം നമ്മൾ ഇനി തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമില്ല. ബാക്കിയുള്ളപ്പോൾ ക്ഷേമകാര്യത്തിലേക്കാണ് നമ്മൾ ചെയർമാൻമാരെ ചെയർമാൻ തിരഞ്ഞെടുപ്പിന് നോട്ടീസ് കൊടുക്കുന്നതെങ്കിൽ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ആ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. അവർക്ക് കൊടുക്കേണ്ടത് അങ്ങനെയാണ്. എല്ലാവർക്കും നമ്മൾ നോട്ടീസ് ആ കമ്മിറ്റിയിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ 2
ക്ലിയർ ഡേയ്സ് വേണം എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. നോട്ടീസ് ഡേയും നോട്ടീസ് കൊടുക്കുന്ന ദിവസവും അതുകൂടാതെ മീറ്റിംഗ് നടക്കുന്ന ദിവസവും അതിൽ ഒഴിവാക്കിയിട്ട് ഇടയിൽ 2 ക്ലിയർ ഡേയ്സ് അവർക്കുണ്ടാകണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥലവും ദിവസവും സമയവും സ്ഥലം അതാത് ലോക്കൽ ബോഡി തന്നെയായിരിക്കണം. ആ സമയം ഏത് സമയത്താണ് ഏത് ഡേറ്റിലാണെന്നുള്ളത് കൃത്യമായി പറയുക. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗത്തിൻ്റെ കൃത്യമായും ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്തിനാണ് ഇത് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അവരെ ഇതിന് അക്നോളജ്മെൻറ്റ് വാങ്ങിക്കുക. നോട്ടീസ് ബോർഡിൽ ഇത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുക. നോട്ടീസിൽ തന്നെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിന് സംബന്ധിച്ച് നോമിനേഷൻ ഇന്ന സമയത്തിന് മുമ്പാകെ ഹാജരാക്കണമെന്ന വിവരം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോട്ടീസിൽ തന്നെ അത് സൂചിപ്പിച്ചാൽ അവർക്ക് സമയം കൃത്യമാണെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ അത് തരാൻ പറ്റും. കഴിയുന്നതും യോഗം തുടങ്ങുന്ന യോഗത്തിൻ്റെ കുറച്ച് മുമ്പുള്ള ഒരു സമയം കാണിക്കുകയാണെങ്കിൽ അത് സൗകര്യമായിരിക്കും എന്നുള്ളത്. വെള്ള പേപ്പറിൽ തന്നെ തന്നാൽ മതി. അതിന് പ്രപ്പോസർ വേണ്ട, പിന്താങ്ങുന്ന ആൾക്കാരുടെ ആവശ്യമില്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തിരഞ്ഞെടുക്കപ്പെട്ട ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു അംഗത്തിനും ഇതിനു വേണ്ടിയിട്ടുള്ള ചെയർമാൻ ആകാനുള്ള നോമിനേഷൻ പേപ്പർ സമർപ്പിക്കാവുന്നതാണ്. ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത് പ്രൊഫോമയിൽ ഇതിൽ വനിത എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വനിത സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ വനിത തന്നെ വരണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി വനിതയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ആണെങ്കിൽ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ മാറ്റിവെച്ചിട്ടുണ്ടാകും. മുനിസിപ്പാലിറ്റിയിൽ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരിക്കും വനിതയുടെ. കോർപ്പറേഷനിലാണെങ്കിൽ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി വനിത ചെയർമാനിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് ഏതെല്ലാം കമ്മിറ്റികളാണ് എന്ന് ആർഒമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് വനിത തന്നെ ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇത് ഇലക്ഷനെ സംബന്ധിച്ച് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് സംബന്ധിച്ച് ഇന്ന് നമുക്ക് നോക്കാം. ഒരാൾ മാത്രമാണ് അതിനകത്ത് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് ഒരാളാണ് നോമിനേഷൻ തന്നിരിക്കുന്നതെങ്കിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് ആ പർട്ടിക്കുലർ ഡേയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നോമിനേഷൻ അവരോട് ബോധ്യപ്പെടുത്തുക. അതിനുശേഷം അവർ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുക. ഇനി ഒന്നിൽ കൂടുതൽ നോമിനേഷനാണ് ലഭിച്ചതെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നമ്മൾ മീറ്റിംഗ് വിളിച്ചു, അതിനകത്തേക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർ നോമിനേഷൻ തന്നിട്ടുണ്ട് എങ്കിൽ നോമിനേഷൻ ഇലക്ഷനിലേക്ക് ആ വിവരം ഇലക്ഷനിലേക്കാണ് പോവുക. ബാലറ്റ് പേപ്പർ ഫോം നമ്പർ 2ലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഫോം നമ്പർ 2 എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നിൽ കൂടുതലാണ് എങ്കിൽ സീരിയൽ നമ്പർ ഉണ്ടാകണം, അതിനകത്ത് സ്ഥാനാർത്ഥി ഉണ്ടാകണം, മാർക്കിംഗ് കൊടുക്കാനുള്ള ഒരു കോളം ഉണ്ടാകണം. അപ്പോൾ അത്തരത്തിലായിരിക്കും ഫോം നമ്പർ 2 ഉണ്ടാകുക. ഇതിൻ്റെ പുറകുവശത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെ സീൽ ഉണ്ടാകണം, കൂടാതെ ഫുൾ ഒപ്പും അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ടായിരിക്കണം. റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ടിട്ടുണ്ടായിരിക്കണം. കൂടാതെ മെമ്പർമാർ മാർക്ക് ചെയ്യേണ്ടത് ഇൻറ്റു മാർക്കാണ്. നമ്മൾ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ്റെ അവരൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത പോലെ ഇൻറ്റു മാർക്കാണ് അതിനകത്ത് വരേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കുക. ഇതിൻ്റെ പുറകുവശത്ത് വോട്ട് ചെയ്യുന്ന അംഗത്തിൻ്റെ പേരും ഒപ്പും നിർബന്ധമായും ഉണ്ടാകണം. അപ്പോൾ അതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഫോർമാറ്റ്. ഈ കൊടുത്തിരിക്കുന്നതാണ് ഫോർമാറ്റ്. സീരിയൽ നമ്പർ, ഇനി സ്ഥാനാർത്ഥിയുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലയാള അക്ഷരമാല ക്രമത്തിൽ വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ. വോട്ട് മാർക്കിംഗ് എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. ആർക്കാണോ അയാൾക്ക് താല്പര്യം അതിലേക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇൻറ്റു മാർക്ക് ചെയ്യണം. ഇൻവാലിഡ് വോട്ട് എന്ന് പറയുന്നത് ഇവിടെ ആർക്കും വോട്ട് ചെയ്യാതെ തന്നാൽ ഇൻവാലിഡായി മാറും. അതേപോലെ ഇൻറ്റു മാർക്കിംഗ് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അവർ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവാലിഡായി മാറും. കൂടാതെ പുറകുവശത്തിൽ പേരോ ഒപ്പോ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതും ഇൻവാലിഡായി മാറും. അപ്പോൾ ഇൻവാലിഡ് ആയിട്ടുണ്ട് എങ്കിൽ അത് എണ്ണാൻ കഴിയില്ല എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഇൻറ്റു മാർക്ക് ആർക്കാണോ ലഭിച്ചത്, വാലിഡ് വോട്ട് ആർക്കാണോ ലഭിച്ചത് അവർ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. 2 പേർക്കും തുല്യമായിട്ട് വോട്ടാണ് ലഭിച്ചതെങ്കിൽ അതിൽ നിന്നും ലോട്ടാണ് എടുക്കേണ്ടത്. ലോട്ട് ആർക്കാണോ കിട്ടിയത്, നറുക്കിട്ട് എടുക്കുമ്പോൾ എടുക്കുന്ന ആൾ ആരൊക്കെയാണോ അവർ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇതിനെ സംബന്ധിച്ച് ഉള്ളത് നമ്മൾ അറിയേണ്ടത്. ഇനി ഇത്തരത്തിലൊരു മീറ്റിങ്ങിൽ, ഒരു ചെയർമാൻ മീറ്റിങ്ങിൽ, ചെയർമാനെ തിരഞ്ഞെടുക്കേണ്ട മീറ്റിങ്ങിൽ അംഗങ്ങൾ ആരും തന്നെ ഹാജരായില്ല, ആ കമ്മിറ്റിയെ സംബന്ധിച്ച് ആരും തന്നെ ഹാജരായില്ല, അല്ലെങ്കിൽ ഒരാളും തന്നെ നോമിനേഷൻ തന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, ആർഒന് തന്നെ അനൗൺസ് ചെയ്യാം.
ROന് അനൗൺസ് ചെയ്യാം. ഏറ്റവും പ്രായ കൂടുതലുള്ള അംഗം, ആ കമ്മിറ്റിയിലെ ഏറ്റവും പ്രായ കൂടുതലുള്ള അംഗം അതിൻ്റെ ചെയർമാനായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കാവുന്നതാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് വനിതാ സംവരണത്തിലുള്ളതാണ് എങ്കിൽ അതിനകത്തുള്ള വനിതകളിൽ ഏറ്റവും പ്രായ കൂടുതലാണ് അവരെയാണ് അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്, പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അതല്ലാതെ മാറി പ്രഖ്യാപിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധയിലുണ്ടാകണം. ഇനി അതിനുശേഷം ഇത് ഇൻ റൈറ്റിംഗ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട RO ആണ് അത് പ്രഖ്യാപിച്ചത് എങ്കിൽ ആ വിവരങ്ങളൊക്കെ തന്നെ അതാത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഇത് അറിയിക്കണം. കൂടാതെ പ്രസിഡൻറ്റ് അവിടുത്തെ അധ്യക്ഷനെ, അതാത് ലോക്കൽ ബോഡിയിലെ അധ്യക്ഷനെ ആ വിവരം അറിയിക്കണം. സെക്രട്ടറിയെ ആ വിവരം അറിയിക്കണം. കൂടാതെ ആ അംഗം, ആ തിരഞ്ഞെടുക്കപ്പെട്ട ആ അംഗം ആ അധ്യക്ഷ പദവി സ്വീകരിക്കാൻ, ചെയർമാൻഷിപ്പ് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകണം. അയാൾ അത് നിർബന്ധമായിട്ടും അത് സ്വീകരിച്ചേ മതിയാവും. ഇനി വോട്ടിംഗ് അതെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ബാലറ്റ് പേപ്പറുകളൊക്കെ തന്നെ സീൽഡ് കവറിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ എടുത്തു വെച്ചിരിക്കണം. വാലിഡ് ആയിട്ടുള്ളത് വാലിഡായിട്ട് തന്നെ മാറ്റി വെക്കണം. ഇൻവാലിഡ് വേറെ കവറിലിടണം. ഇതെല്ലാം സെക്രട്ടറിയെ നമ്മൾ ഏൽപ്പിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. മിനിറ്റ്സ് ബുക്ക്, ഇതിൻ്റെയും മിനിറ്റ്സ് ബുക്ക് പ്രത്യേകം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സിഗ്നേച്ചർ വാങ്ങിക്കണം. ടൈം ഓഫ് എൻട്രൻസ് പ്രത്യേകം നോട്ട് ചെയ്യണം. അതൊന്നും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. മിനിറ്റ്സിൽ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നടന്ന ഓരോ കമ്മിറ്റിയും നമ്മൾ വേറെ വേറെ മിനിറ്റ്സാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. വേറെ വേറെ ടൈമിൽ കൂടി എന്നുള്ളത് പ്രത്യേകം റെക്കോർഡ് ചെയ്യണം. അതേപോലെ തന്നെ അറ്റൻഡൻസും വേറെ വേറെ കൂടിയതായിട്ട് തന്നെ കാണിക്കണം. എല്ലാം ഇങ്ങോട്ട് ഒറ്റയടിക്ക് ഇങ്ങോട്ട് എഴുതി പോകരുത്. ഓരോ കമ്മിറ്റിയും പ്രത്യേകം സമയത്തിലാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നതെന്നുള്ളത് പ്രത്യേകം റെക്കോർഡ് ചെയ്യണം. അതിനുശേഷം ഓരോ മിനിറ്റ്സും ക്ലോസ് ചെയ്ത് പോകണം. ഇതെല്ലാം ഒരേ ബുക്കിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഉപയോഗിച്ച അതേ ബുക്സ് തന്നെ യൂസ് ചെയ്യുന്നതിൽ ഒരു തടസ്സവുമില്ല. അപ്പോൾ അതാണ് പ്രത്യേകം ഓർക്കേണ്ടത്. ഇനി തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ചെയർമാൻമാരെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻമാരെ തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ കൺസേൺഡ് ലോക്കൽ ബോഡിയുടെ അധ്യക്ഷനെ ആ വിവരം അറിയിക്കേണ്ടതാണ്. കൂടാതെ അവിടുത്തെ ലോക്കൽ ബോഡിയിലെ സെക്രട്ടറിനെ ആ വിവരം അറിയിക്കേണ്ടതാണ്. ജില്ലാ ഇലക്ഷൻ ഓഫീസർ അറിയിക്കണം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലേക്കും ആ വിവരം പോകേണ്ടതാണ്. നോട്ടീസ് ബോർഡിലും അത് പതിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ലോക്കൽ ബോഡി ഇലക്ഷനിലെ ലോക്കൽ ബോഡിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ചെയർമാനെ സംബന്ധിച്ച് ഇലക്ഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നുള്ള പ്രത്യേകം പറയുന്നു. നിങ്ങളോട് നിന്ന് വിടവാങ്ങുന്നു. സൈനിങ് ഓഫ് ഫ്രം സിഗ്നേച്ചർ ക്ലാസ് റൂം.